ഹായ്, എൻ്റെ പേര് ജിതിൻ എന്നാണ്. ഞാനിവിടെ ട്രിവാൻഡ്രം വട്ടിയൂർക്കാവ് താമസം. ഇതാണ് എനിക്കുള്ള 2 ഡോഗ്സ്. ഇതൊന്ന് റോഡ് വീലറും ഒന്ന് ലാബുമാണ്. ഇതിൻ്റെ പേരാണ് റോക്കി. ഇത് ഫ്രീക്ക്. ഇത് മെയിലും ഫീമെയിലും ആണ് കേട്ടോ. അങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ് കിട്ടിയത്. കാര്യം പോയപ്പോഴേക്കും അവർ വേറെ നല്ല പോലെ ഒന്നും നോക്കാണ്ട് ഭയങ്കര മോശമായിട്ടാണ് കിടന്നു. അങ്ങനെ നേരെ കൊണ്ടുവന്നു. അതായത് ദേഹത്ത് ഫുള്ള് ഇങ്ങനെ ചെള്ളെന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ. പിന്നെ മുറിവുണ്ടായിരുന്നു, നേരെ കുളിപ്പിക്കത്തൊന്നുമില്ല. അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് ഭയങ്കര അഗ്രസീവായിരുന്നു. കൊണ്ടുവന്ന് ഇവനെ വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുത്തു. പിന്നെ ബൂസ്റ്ററും കാര്യങ്ങളും ഇഞ്ചക്ഷൻ എല്ലാം എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഇവരെ കൂടെ തന്നെ വേറൊരു റോട്ടുണ്ടായിരുന്നു, ഫീമെയിൽ. അപ്പോൾ അത് ഇവിടെ ഉണ്ടായിരുന്നു. എപ്പോഴും ഈ കോമ്പൗണ്ടിൽ എപ്പോഴും തുറന്നേ വിട്ടേക്കുള്ളൂ. അങ്ങനെ ഇവരുമായിട്ട് സെറ്റാകാത്തതുകൊണ്ട് ഏകദേശം ഒരു 1.5 മാസം നമ്മളോട്ട് സെറ്റാകാനായിട്ട് വീടിനകത്തായിട്ടിരുന്നത്. നമ്മുടെ ഇടയില്ല. അവൻ ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മൾ പുറത്തിറക്കുന്നു, പിന്നെ വീണ്ടും അകത്തായിരിക്കും ഫുൾ ടൈം. അങ്ങനെ ഇവരുമായിട്ടും പിന്നെ നമ്മളുമായിട്ട് സെറ്റായ ശേഷമാണ് പുറത്തിറക്കി തുടങ്ങിയത്. ആദ്യമെല്ലാം ഭയങ്കര അഗ്രസീവായിരുന്നു. നമ്മൾ കൈ കൊണ്ടുവരുന്ന സമയത്ത് അവനെന്തോ നമ്മൾ ഉപദ്രവിക്കാൻ വരുന്ന പോലെയാണ് അവൻ്റെ ഒരു ഫീൽ. നമ്മൾ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. പിന്നെ പതിയെ നമ്മൾ അവനായിട്ട് സിങ്കായി അവൻ്റെ ആ പേടി മാറ്റി. ഇപ്പോൾ ഓക്കെ. വീട്ടിലെല്ലാവർക്കും പേടിയായിരുന്നു, പക്ഷേ ഇപ്പോൾ ഓൾ ഫൈൻ, ഒരു കുഴപ്പമില്ല. ചേട്ടൻ്റെ മോളും ഇവൻ്റെ അടുത്ത് വന്ന് കളിക്കും. അങ്ങനെയാണ്. അതായത് നമ്മുടെ മനുഷ്യരെ പോലെ തന്നെയാണ്. ഇപ്പം ഇവൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ മുഖത്ത് നോക്കി കഴിഞ്ഞല്ലേ, എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വരുമ്പോൾ പറയുന്നതാണ് ഒരു കരുണയില്ലാത്ത മുഖമാണെന്ന് പറയും അല്ലേ. അത് ശരിയാണ്. കാര്യം അവൻ ഭയങ്കര ഇതാണ്, ശ്രദ്ധയാണ് അവന്. അപ്പോൾ ഇവൻ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ എന്ത് കാര്യം ഉണ്ടാവും അതിനെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇത് കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഫീൽ വരും. കാര്യം അവൻ ശ്രദ്ധിച്ച് നോക്കുന്നതായിരിക്കും. ഇപ്പോൾ ചിലർ ഈ മനുഷ്യരായാലും ചിലർ ഭയങ്കര റഫായിട്ടുള്ള മുഖമായിരിക്കും, പക്ഷെ അവർ ചിരിക്കുമ്പോൾ ഓക്കെ ഫൈനാണ്. അതേപോലെയാണ് ഇവൻ്റെ കാര്യം. പക്ഷെ കുറച്ച് നേരം ഒന്ന് ഇവൻ്റെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യുക, അപ്പോഴേക്കും ഓക്കെയാണ്. ഇവിടെ എൻ്റെ വീട്ടിൽ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് വരുമ്പോഴും ആദ്യം ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും പിന്നെ അവരെ പെറ്റാണ്, ഒരു രക്ഷയില്ല. ഭയങ്കര കമ്പനിയായിട്ട് എല്ലാവരും തിരിച്ചു പോവുള്ളൂ. ഇവളെനിക്ക് കിട്ടിയിട്ട് 13 വർഷമാവും. ഇവർക്ക് 2 പേർക്ക് അത്യാവശ്യമുള്ള കുറച്ച് കമാൻഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവളായാലും ഫ്രീക്ക് കുറയ്ക്ക് ഇതേപോലെ. ഇപ്പോൾ അവനായാലും നമ്മൾ സിറ്റ് പറഞ്ഞാലും അല്ലാതുള്ള കുറച്ച് കമാൻഡ്സ് കൊടുത്തു കഴിഞ്ഞാലും അവനത് എടുക്കും. പിന്നെ എല്ലാവർക്കും ഒരു പേടിയെന്ന് പറഞ്ഞാൽ ഇപ്പം വരുമ്പോൾ റോഡ് വീലർ ഇത് ഒരാളെ അനുസരിക്കുകയുള്ളൂ, റോഡ് വീലർ എന്നുള്ളൊരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു മനോഭാവത്തോടെ വരുമ്പം അങ്ങനെ ആയിരിക്കും പൊതുവെ നമ്മളും പെരുമാറുക. അതായത് ഇവിടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഞാനോട്ടാണ് അവൻ കമ്പനി. അപ്പം ഞാൻ ജോലിക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ പോലും എൻ്റെ കൂടെ തന്നെ ആയിരിക്കും. ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ തന്നെ. ഇപ്പോൾ നോക്കി നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവൻ്റെ കഴുത്തിലായാലും നമ്മൾ വേറെ ചങ്ങലയ്ക്ക് നിന്നിട്ടില്ല, ഫുൾ അവൻ ഓപ്പണാണ്. ഇപ്പോൾ വീട്ടിൽ ഞാൻ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ വരുന്ന സമയത്ത് തന്നെ ഇവൻ ഇവിടെ ഫ്രണ്ടിൽ ഉണ്ടാവും. ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ അറ്റൻഷനായിട്ട് നിൽക്കും. അതായത് ഞാൻ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോഴും അതായത് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട് പരിചയം പോലും കാണിക്കത്തില്ല അവൻ. സ്റ്റഡി ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മളിങ്ങനെ എത്തുമ്പോഴേക്കും അവൻ്റെ സ്നേഹം അങ്ങ് മാറും. അങ്ങനെയാണ്. അതായത് ഇവനെ നമ്മൾ നേരത്തെ ഒരു 3 നേരമൊക്കെ ലോഡ് ചെയ്തിരുന്നു ഈ ചിലർ പറഞ്ഞ പ്രകാരം. അങ്ങനെ വന്നപ്പോൾ സൈസ് ഗെയിനായി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവനെ കുറച്ചത്. പിന്നെ ഫുള്ള് നമ്മൾ മീൻ മാത്രമേ കൊടുക്കത്തുള്ളൂ. ആഴ്ചയിൽ സൺഡേ മാത്രം, ഒരു ദിവസം മാത്രമായിരിക്കും ചിക്കൻ വരുന്നത്. ഞാൻ ഇപ്പം വന്നു കഴിഞ്ഞാലും ഇപ്പോൾ രാത്രി ടെറസിലായിരിക്കും കൂടുതൽ ഇരിക്കുക. ആ ടൈമിൽ ഇവൻ എൻ്റെ കൂടെ ആയിരിക്കും. എന്നെ കണ്ടില്ലെങ്കിൽ മാത്രം ഇവൻ ഇവിടെ വീണ്ടും ഫ്രണ്ടിൽ ഉണ്ടാവും. ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്നെ അന്വേഷിച്ച് ഇവൻ തളർന്നിരിക്കുമായിരിക്കും. വന്നു കഴിയുമ്പം പിന്നെ ഭയങ്കര സ്നേഹപ്രകടനം, അത് പറയാൻ പറ്റില്ല. കാര്യം എൻ്റെ ദേഹത്തൊക്കെ ചാടി കയറി മറിഞ്ഞ് വീണ്. അപ്പോൾ ഞാൻ വരുമ്പോഴേ വിചാരിച്ചോണം ഇവനുമായിട്ട് പിടി കൂടിയിട്ടാണ് ഇനി വീട്ടിലോട്ട് കയറാനെന്ന് കരുതിക്കോണം. അങ്ങനെയാണ് അവൻ. അപ്പോൾ ഇവൻ എപ്പോഴും ഇവിടെ ഉണ്ടാവും. ഇവിടെ ഉള്ളതുകൊണ്ട് ആരും അങ്ങനെ പെട്ടെന്ന് കയറി വരത്തില്ല. പിന്നെ ഇവനെ കണ്ട് ഇപ്പോഴും 2-3 കൂട്ടുകാരെ വന്നിട്ടില്ല, അവർക്ക് പേടിയാണ്. പക്ഷേ അല്ലാതെ എൻ്റെ കസിൻസ് അവരോട്ടൊക്കെ ഭയങ്കര ഫ്രണ്ട്സാണ്. അവരോടൊക്കെ അടി കൂടലും ബഹളവും ഭയങ്കര പ്രശ്നങ്ങളാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലാതെ വേറെ ഒരു വയലൻസ് എന്ന രീതിയിലൊന്നുമില്ല. ഇവനെ വളർത്തുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവന് നോർമൽ നമ്മൾ കുറച്ച് കമാൻഡ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്.
ഇപ്പോഴും ഇവനെ ഇപ്പം നമ്മൾ പറയുന്ന പോലെ തന്നെയാണ് നിൽക്കുന്നത്. ഇനി ഒരു അഡീഷണൽ ഒരു ട്രെയിനിങ് കൊടുക്കണമെന്ന് ഇതൊരു പ്ലാൻ ചെയ്തില്ല. ഇനി പ്ലാൻ ചെയ്യുവാണെങ്കിൽ അങ്ങനെ നോക്കും. അല്ല റോക്കി എത്രത്തോളം എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റത്തില്ല. കാര്യം അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതെടുത്ത് പറയാൻ പറ്റത്തില്ല. കാര്യം എനിക്ക് പണ്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു 7-8 ഡോഗ്സ് ആയിപ്പോൾ ഓരോ പീരീഡിലായിട്ട്. അതിൽ എനിക്ക് ഏറ്റവും പ്രിയമായിട്ട് മാറിയത് ഇവനാണ്. കാര്യം ഞാനിവിടെ അത്ര ക്ലോസ് ആണ്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ലാബും ഉണ്ട്. ഇപ്പോൾ എല്ലാവരും പറയും റോഡിനെക്കാളും ലാബാണ് ഭയങ്കര ഇതെന്ന് അല്ലേ, അറ്റാച്ച്മെൻ്റ് എന്ന് പറയും. പക്ഷെ എനിക്ക് നേരെ തിരിച്ചാണ്. എനിക്ക് ഇവനോടാണ് ഭയങ്കര കാര്യം. അത് നമ്മളിപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ടെൻഷൻസ് എല്ലാം കൊണ്ടുവരുന്നു. ഇപ്പോൾ നമ്മൾ വൈഫിനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അല്ലാത്ത പക്ഷമായാലും നമ്മൾ വീട്ടിൽ വന്നാൽ ഇവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കേണ്ടത് ഞാൻ കാര്യം പറയും. അവന് മനസ്സിലാവില്ലെങ്കിലും പക്ഷേ എവിടെയൊക്കെ അവന് മനസ്സിലാവുന്ന ഫീൽ എനിക്കുണ്ട്. അതായിരിക്കും ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഞാൻ ഉദ്ദേശിച്ചത്. പല സമയത്തും എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പം ഞാൻ പറയുവാണ്, ഞാൻ നിസാർ ഇവിടെ കിടക്കുന്നു കരുതുക. അപ്പോൾ ഇവൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ പറയും അപ്പോൾ ഇവിടെ കിടക്ക് എന്ന് പറഞ്ഞാൽ ഉടനെ ആ വന്ന് കിടക്കുന്ന സ്റ്റൈല് കാണണം. അതാണ് ആ ഒരു ഇൻറ്റിമസി. എൻ്റെ ഫ്രണ്ടിന് വേണ്ടി കൊണ്ടുവന്നതാണ്. 8-ാം മാസം ഏകദേശം കൊണ്ടുവന്ന സമയത്ത് അവൻ വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഇരിക്കുന്നത് ഒരാഴ്ച ഇവിടെ ഇട്ടേക്കാം, അങ്ങനെ ഒരു കരാറിലാണ് എടുത്തത്. അപ്പോൾ ഇവൻ ആദ്യം എൻ്റെ പേരാണ് റൂണി എന്നാണ് ഇട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ കൊണ്ടുവന്ന വീട്ടിൽ ഫാദറൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു, വേണ്ട ഡോഗ് വേണ്ട. അപ്പോൾ കൊണ്ടുവന്ന് ഒരാഴ്ച നിന്നപ്പോഴേക്കും നമ്മളോട് ഭയങ്കര സിങ്കായപ്പോഴേക്കും ഞാൻ പിന്നെ അവനോട് പറഞ്ഞാൽ ഇനി ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ കൂടിയതാണ്. അപ്പോഴേ ഈ റൂണി എന്നുള്ള പേര് മാറി ഞാൻ ഫ്രീക്ക് എന്നാക്കി. അന്ന് മുതൽ ഫ്രീക്ക് തന്നെയാണ്. ഇവൻ 13 വയസ്സായെങ്കിൽ പോലും ഇപ്പോഴും ഇവിടുത്തെ ചേച്ചിയുടെ പിള്ളേരെ കൂടെയും അവരൊക്കെ പെറ്റാണ്. പെട്ടെന്ന് പറഞ്ഞാൽ ഫ്രീക്ക് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ആവേശമാണ് അവരുടെ കൂടെ നിന്ന് ഇപ്പോഴും കളിക്കുക, പിള്ളേരെ പോലെയാണ്. ഇവനിപ്പോൾ 2 വയസ്സാകുമ്പോൾ ഇവന് ഇച്ചിരി കുട്ടിക്കളിയുണ്ട്, അതേപോലെയാണ് അവൾക്ക്. കാര്യം നമ്മളിടയിലായതുകൊണ്ട് ഇതുവരെ അവൾ മാറിയിട്ടില്ല. ഇവർ ഭയങ്കര ബോണ്ടാണ്. എൻ്റെ ബോണ്ടെന്ന് തെളിയിക്കാനായിട്ട് ഇപ്പോൾ ഇവൻ ഇവിടെ ഇരിക്കുക, റോക്കി ഇരിക്കുക. ഞാനിപ്പോൾ നോക്കിയോ ഫ്രീ കണ്ട, എന്നെ അടിച്ചു കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല. അവിടെ ഞാൻ വന്ന് തടയും. അതാണ് അവൻ്റെ ബോണ്ട്. ഇപ്പം നമ്മളെ ആരെങ്കിലും ആണ് ഇതേപോലെ അടിക്കുന്നെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ അവൻ വേദനിപ്പിക്കത്തില്ല, അല്ലാണ്ട് അവൻ ബ്ലോക്ക് ചെയ്യും. ഇല്ല, കൊണ്ടുവന്ന സമയത്ത് ഇച്ചിരി പ്രശ്നങ്ങളായിരുന്നു. അത് പിന്നെ നമ്മൾ അതായത് ജസ്റ്റ് ഒന്ന് കാണിച്ചു നിർത്തി, നമ്മളും കൂടെ ആയിട്ട് നിന്ന്. ഇപ്പം ഇവന് ഇച്ചിരി കമാൻഡൊക്കെ നമ്മൾ പറയുന്നത് കേട്ട് തുടങ്ങിയപ്പോൾ അങ്ങനെ നിർത്തി തുടങ്ങി. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരെ കൂടെയാണ്. കാര്യം അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഡേ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോലും ഫ്രണ്ടിലുണ്ടാവും. പിന്നെ രാവിലെ തന്നെ ഇവരെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ജോലിക്ക് പോവുക. നിലവിൽ വേറെ ഡോഗ് എടുക്കാനായിട്ട് വേറെ പ്ലാനില്ല. ഇനി ഫ്യൂച്ചർ പറയാൻ പറ്റത്തില്ല. അങ്ങനെ തോന്നുവാണെങ്കിൽ അടുത്ത് ട്രൈ ചെയ്യും.